നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യരുത് പ്ലീസ്. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ പകലൊക്കെ ആവുന്ന സമയത്ത് എനിക്കിവിടെ രാത്രിയാണ്, ഞാൻ ഉറക്കമായിരിക്കും. ഓക്കെ, സോ കുറച്ച് സമയം ഡിഫറൻസ് ഉണ്ട്. പോരാത്തതിന് ഞാൻ കാലത്ത് എഴുന്നേറ്റും വർക്കിലൊക്കെ ആയിരിക്കും. സോ ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജിന് രാത്രി ആകുമ്പോഴേക്കും ഞാൻ റിപ്ലൈ ഇടാറുണ്ട്. ഓക്കെ, പറ്റുന്ന അത്രയും വേഗം നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. എപ്പോഴും ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല എന്ന് ഒരു ജസ്റ്റ് നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, മാഗ്നറ്റിക് കണക്ഷൻ. ഓക്കെ, സി ദർ ഇസ് എ വെരി സ്ട്രോങ് പുൾ ആൻഡ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഡ്രോസ് യു ടു ദിസ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ മാത്രമല്ല, ഒരു നമ്മൾ പറയില്ലേ, അകലാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെ തിരിച്ച് നമ്മളെ വലിക്കുന്ന പോലെയാണ്, കാന്തം വലിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ മാഗ്നറ്റ് വലിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറ്. ഓക്കെ, അത്രയും ആ ഒരു അട്രാക്ഷൻ പുൾ നിങ്ങൾക്ക് ഉണ്ട് ഈ റിലേഷൻഷിപ്പിനോട്. സെപ്പറേഷൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഐ തിങ്ക് സെപ്പറേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട്. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അഗൈൻ എല്ലാവരും ലൈക്ക് ബ്ലോക്ക് ചെയ്തു, ടോട്ടലി വിട്ടുപോയി, അങ്ങനെയൊന്നും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ തമ്മിലൊരു ജസ്റ്റ് ഒരു അകൽച്ചയായിരിക്കാം. കുറച്ച് പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. അധികം സംസാരം ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനത്തെ വല്ല കാര്യങ്ങളായിരിക്കാം. ബട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് ട്വിൻ ഫ്ലെയിം കാണുന്നുണ്ട്. ദിസ് പേഴ്സൺ ഈസ് യുവർ മിറർ സോൾ. ദിസ് ഇസ് വൈ ദിസ് കണക്ഷൻ ഫീൽ സോ സീക്രട്ടീവ്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ട്വിൻ ഫ്ലെയിം എന്നുള്ള വാക്കൊക്കെ നമുക്ക് വിട്ടേക്കാം. അതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യും നിങ്ങളത്. സോ ഇവിടെ ഐ വോണ്ട് ടു ലൈക്ക് സിമ്പിളായിട്ട് വെക്കാം. സ്പിരിച്വൽ കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് ബോണ്ടാണ്, ഒരു നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അത്രയും സോൾ ഡീപ്പ് കണക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അത് ആ പേഴ്സണും നിങ്ങളും ഒരേ പോലെയാണ് ചിന്തിക്കുന്നതും ഒക്കെ എല്ലാം ആക്ച്വലി. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒരുപാട് സീക്രട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സ്പിരിച്വൽ കണക്ഷൻ്റെ ആ ഒരു നമ്മൾ പറയില്ല, ഒരു ദിവ്യമായ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ലെറ്റ്സ് സീ. റീച്ചിങ് യുവർ ഗോൾ. എവറിത്തിങ് യു വോണ്ട് ഫ്രം ദിസ് കണക്ഷൻ വിൽ മാനിഫെസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ എന്താണോ ആഗ്രഹം അത് നിങ്ങൾ അച്ചീവ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ എന്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അതിനെ ആദ്യം നിങ്ങൾ ഉറപ്പിക്കും. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് അത് ചിന്തിക്കും. ഓക്കെ, ഇവിടെ ലൈക്ക് നിങ്ങൾക്ക് മാരേജ് വേണോ, കമ്മിറ്റ്മെൻറ്റ് വേണോ, അതോ ജസ്റ്റ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് നടക്കും എന്ന് ഉറപ്പിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കൂടി സ്ട്രോങ് ആയിട്ട് ആദ്യം നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓക്കെ, ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്. ദേ ആർ സ്റ്റോപ്പിംഗ് ദിസ് റിലേഷൻഷിപ്പ് ഫ്രം ബ്ലോസമിങ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കുറച്ച് ഫിയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ചില പേടികളുണ്ട്, അവരുടെ മനസ്സിലും ചില പേടികളുണ്ട്. സോ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇടയിൽ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് പേഴ്സൻ്റെ ഭാഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേടികൾ മാറ്റിവിടുക. അതായത് നിങ്ങളുടെ ലൈക്ക് ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുപോകും എന്നുള്ള പേടി, നിങ്ങൾ പോരാന്നുള്ള പേടി, നിങ്ങളെന്തെങ്കിലും കുറവുകളുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ, അതുകൊണ്ട് അവരെ നിങ്ങളെ സ്റ്റേക്കാൻ പറ്റില്ല എന്നൊരു എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടികളുള്ളത് അതിനൊക്കെടുത്ത് മാറ്റാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണിന് വേറെ ആരെങ്കിലും ഉണ്ടാവും, ഒരു വിട്ടുപോകും. ആ ചിന്തകളൊക്കെ ഒന്നെടുത്ത് മാറ്റിവിടാം. ഓക്കെ, forgive and release. You are stronger when you carry love and forgiveness rather than anger. Okay, see, നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, വേദനിപ്പിച്ച് കാണും. സോ അതിനെല്ലാം നിങ്ങളിപ്പോൾ തൽക്കാലം യൂണിവേഴ്സ് പറയുന്നത് ഫൊർഗീവ് ചെയ്ത് വിടാനാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ട് ചില സമയത്ത് നമ്മൾ ആ റിലേഷൻഷിപ്പിന് വീണ്ടും അവസരം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. ബട്ട് എന്തായാലും മനസ്സിൽ നിന്ന് ഫൊർഗീവ് ചെയ്ത് വിടാം. ഓക്കെ, അവരൊരു ആ നേരത്തെ ആ ഒരു അറിവില്ലായ്മയിൽ എന്തെങ്കിലും പറഞ്ഞതാണ്, പോട്ടെ സാരില്ല എന്ന രീതിക്ക് ഒന്ന് ഫൊർഗീവ്നെസ് കൊണ്ടുവരാം. ദേഷ്യം വെച്ചിരിക്കരുത് എന്നാണ് പറയുന്നത്. ദേഷ്യങ്ങൾ, വെറുപ്പ് അങ്ങനത്തെ ഒന്നും കൊണ്ടുവരരുത്. സ്നേഹം വെക്കാനാണ് പറയുന്നത്. Take your power back. You're giving someone control over how you feel. Your happiness could only depend on you. See, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പവർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പേഴ്സൺ വന്നാൽ മാത്രമാണ് എനിക്ക് സന്തോഷം, ആ പേഴ്സൻ്റെ മെസ്സേജ് വന്നാൽ മാത്രമാണ് എനിക്ക് ഹാപ്പി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ചുറ്റും കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ബട്ട് നിങ്ങൾ പറയുന്നത് ആ പേഴ്സൺ വന്നാൽ മാത്രമാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്നാണ്. അതൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു താക്കോല് നിങ്ങൾ വേറൊരു പേഴ്സൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലായിരിക്കണം. ഓക്കെ, അവർ വരുന്നത് യെസ് സന്തോഷമാണ്, പക്ഷെ അത് ഒരു നമ്മൾ പറയില്ലേ എന്താണ് ഐസ്ക്രീമിൻ്റെ മേലെ ചെറിയ ഇടുന്ന നട്ട്സ് ഇടുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെ ആവണം. അല്ലാതെ അതാണ് മെയിൻ എന്ന രീതിക്ക് ആയാൽ സെൽഫ് ലവ് ഇല്ല എന്നാണ് അർത്ഥം, വേറൊന്നുമല്ല.
പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്സ്, നോ ദ വാർണിംഗ് സൈൻസ് ഓഫ് വാട്ട് ആൻ അൺഹെൽതി കണക്ഷൻ ലുക്സ് ലൈക്ക്. ഓക്കെ, സി നിങ്ങളുടെ കണക്ഷനിൽ ചില കാര്യങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആവണം എന്നില്ലല്ലോ. ഓക്കെ, ചില കാര്യങ്ങൾ അവിടെ റോങ് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ തരത്തിൽ നിങ്ങളുടെ നല്ലതല്ലാത്ത തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ചില സ്വഭാവങ്ങളായിരിക്കാം, അവരെ ചില എന്ത് തന്നെ ആയാലും ഓക്കെ ചിന്താഗതികളോ നിങ്ങൾ തമ്മിലുള്ള പേഴ്സൻ്റെ ചില സ്മോൾ തിങ്സ്. ഓക്കെ, അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ റോങ്, മേ ബി പേഴ്സൻ്റെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടിയുള്ള കാര്യമായിരിക്കും. എന്ത് തന്നെയായാലും ഇവിടെ എന്തൊക്കെയോ റെഡ് ഫ്ലാഗ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫുള്ളി റോങ് എന്നല്ല പറയുന്നത്, ബട്ട് ഇവിടെ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി ഉണ്ട്. നത്തിങ് ഹാസ് ഗോൺ റോങ്, ട്രസ്റ്റ് ദ പ്രോസസ്, ദിസ് കണക്ഷൻ ഇസ് ഡിവൈൻലി ടൈംഡ്. ഓക്കെ, വെരി നൈസ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ല എന്നല്ല, ബട്ട് എല്ലാം ഓവറോൾ ആക്ച്വലി ഇവിടെ ഒന്നും തെറ്റായിട്ടല്ല നടക്കുന്നത് എന്നാണ്. ദർ ഇസ് നത്തിങ് റോങ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഓക്കെ, ബിക്കോസ് ഈ കണക്ഷൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ഒന്ന് മാറി വരാനൊക്കെ ഉണ്ടാവും. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ, അകൽച്ച അല്ലെങ്കിൽ പേഴ്സണുമായിട്ട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ 2-3 മെസ്സേജാണ് നിങ്ങൾക്ക്. ഒന്ന്, നിങ്ങളോട് സെൽഫ് ലവിൽ നിൽക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സന്തോഷം വേറെ ആളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. ആൻഡ് പേഴ്സൻ്റെ ചില ബിഹേവിയർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ചില വിഷമിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾ പറയാൻ പറ്റണം നിങ്ങൾക്ക്. ഓക്കെ, അല്ലാതെ അത് സഹിച്ച് നിൽക്കരുത് എന്നുകൂടിയാണ്. അതിപ്പോൾ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ശരി അല്ലേ, നമ്മൾ ചില സ്ഥലത്ത് നമ്മളിപ്പോൾ കുട്ടികളോ മക്കളോ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവർ തിരുത്തും. ഓക്കെ, അതുപോലെ തന്നെ ആയിരിക്കണം ഇതും. അങ്ങനെയുള്ളവരെ നമ്മൾ ചീത്ത പറയുക അല്ലെങ്കിൽ തിരുത്തും, എന്തെങ്കിലും ചെയ്യും. സോ അതുപോലെ ആയിരിക്കണം ഏതൊരു ബന്ധവും, അങ്ങനെ തന്നെ ആയിരിക്കണം. ഫോർഗീവ് ആൻഡ് റിലീസ് പറയുന്നത് പേഴ്സൺ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരല്പം ഫോർഗീവ്നെസ് കൊണ്ടുവരാം അവിടെ തൽക്കാലം. ഓക്കെ, നിങ്ങളുടെ പേടികളെ മാറ്റാനും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും തെറ്റായിട്ടൊന്നും നടന്നില്ല. സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ചെയ്താണ്. സോ അതിപ്പോൾ ഇവിടെ ആവശ്യമാണ് എന്ന രീതിയിലാണ്. സോ ഐ തിങ്ക് ഇതാണ് ഞാൻ ഷഫിൾ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഒരു ലാസ്റ്റ് കാർഡ് എടുത്ത് നിർത്താം. Unbreakable love. Okay, മതി, ഫൈൻ. This person has genuine love for you. You can overcome any issues that may arise. Okay, നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ളത് അൺബ്രേക്കബിൾ ലവ് ആണ് എന്നാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങോട്ട് എത്ര വിട്ടുപോകാൻ ശ്രമിച്ചാലും, അവർ വിട്ടുപോകാൻ ശ്രമിച്ചാലും, നിങ്ങളെ വിട്ടുപോകാൻ ശ്രമിച്ചാലും വീണ്ടും നിങ്ങൾ അടുത്ത് തന്നെ വരും. ഓക്കെ, സോ അൺബ്രേക്കബിൾ ആണിത്, പേടിക്കേണ്ട. സിറ്റുവേഷൻ ഇപ്പോൾ പേഴ്സൺ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും, എവിടെയും പോകില്ല. ഓക്കെ, ആൻഡ് വളരെ പോസിറ്റീവായിട്ടിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാർണിംഗ് ഉണ്ട്, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സഹിച്ച് നിൽക്കാനും പാടില്ല. ഓക്കെ, സോ ബി വെരി കെയർഫുൾ. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവിൽ നിൽക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.